അഞ്ജു ഹബി ഫിറ്റ്നസ്സിലേക്ക് സ്വാഗതം. ഞാൻ അഞ്ജു, നിങ്ങളുടെ സ്വന്തം സർട്ടിഫൈഡ് പേഴ്സണൽ ട്രെയിനർ, ഫിറ്റ്നസ് ന്യൂട്രീഷൻ സ്പെഷ്യലിസ്റ്റ്. അഞ്ജു ഹബി ഫിറ്റ്നസ് ഗ്രൂപ്പിലെ അംഗങ്ങൾക്ക് നൽകുന്ന ട്രെയിനിങ്ങിൻ്റെ ഭാഗമായി ബ്രീസ് ബിഗിനർ HIIT ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. താരതമ്യേന ലളിതമായ മൂവ്മെൻറ്റുകളിലൂടെ ശരീരത്തിലെ അനാവശ്യമായ ഫാറ്റ് കുറയ്ക്കുക, ഫിറ്റ്നസ് വർദ്ധിപ്പിക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെയാണ് ഈ വർക്കൗട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. 1-2 തവണ ഈ വീഡിയോ മുഴുവനായി കണ്ട് ഏതൊക്കെ മൂവ്മെൻറ്റുകൾ എവിടെയൊക്കെ എങ്ങനെയൊക്കെ എന്നൊരു ഐഡിയ ഉണ്ടാക്കിയിട്ട് വേണം വർക്കൗട്ട് തുടങ്ങാൻ. അല്ലെങ്കിൽ ചെയ്യുന്ന സമയത്ത് കൺഫ്യൂഷനാവും, ഇടയ്ക്ക് ബ്രേക്ക് വരും. വീഡിയോയിൽ മൂവ്മെൻറ്റുകളെല്ലാം ഏറ്റവും ലളിതമായ രീതിയിൽ ബോഡി വെയ്റ്റ് മാത്രം ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. ഒരൽപ്പം ഇൻറ്റൻസിറ്റി കൂട്ടണമെന്നുള്ളവർക്ക് ഡംബലോ വാട്ടർ ബോട്ടിലോ പോലെ മാക്സിമം 2 കിലോ വരെയുള്ള എന്തെങ്കിലും ഒരു വെയിറ്റ് കയ്യിലെടുക്കാം. ഇടയ്ക്ക് കുടിക്കാൻ ഒരു ബോട്ടിൽ വെള്ളവും അടുത്ത് വേണം. എന്നാൽ പിന്നെ നമ്മൾ ഒരുമിച്ച് തുടങ്ങുകയല്ലേ. നമുക്കൊരു സ്ലോ സ്റ്റാൻഡിംഗ് മാർച്ച് ചെയ്തുകൊണ്ട് തന്നെ തുടങ്ങാം. ഇനി സ്പീഡ് കൂട്ടാം. ഫാസ്റ്റ് സ്റ്റാൻഡിംഗ് മാർച്ച് എന്ന് വെച്ച് ഒരുപാട് സ്പീഡ് കൂട്ടേണ്ട, മുമ്പ് ചെയ്തതിനേക്കാൾ അല്പം കൂടുതൽ മതി. സ്ക്രീനിൽ മുകളിൽ ഒരു 30 മിനിറ്റ് ടൈമറും താഴെ 30 സെക്കൻഡ് ടൈമറും കണ്ടല്ലോ. ആകെ HIITയിലും ഇപ്പോൾ ചെയ്യുന്ന മൂവ്മെൻറ്റിലും ഇനി എത്ര സമയം ബാക്കിയുണ്ട് എന്ന് ഈ ടൈമറുകൾ പറഞ്ഞു തരും. ഓക്കെ, ആം സർക്കിൾസ്. ആദ്യം ചെയ്യേണ്ടത് മുന്നോട്ടാണ്. ഓപ്പൺ അപ്പ് ദാറ്റ് ചെസ്റ്റ്. ഇനി ആം സർക്കിൾ പിന്നോട്ട് ചെയ്യാം. വീണ്ടും സ്റ്റാൻഡിംഗ് മാർച്ച്. ഈ മൂവ്മെൻറ്റ് ഇച്ചിരി അങ്ങോട്ടും ഇങ്ങോട്ടും ഔട്ട് ഓഫ് സിങ്ക് ആയാലും കുഴപ്പമൊന്നുമില്ല, മൂവ്മെൻറ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ മതി. ബട്ട് കിക്സ് ചെയ്ത് തുടങ്ങാം. കാൽ ബട്ടക്സിൽ തൊട്ടു തൊട്ടില്ല എന്നത്ര കിക്ക് ചെയ്താൽ മതി. വീണ്ടും സ്റ്റാൻഡിംഗ് മാർച്ച്. ഓരോ മൂവ്മെൻറ്റിന് ശേഷവും 30 സെക്കൻഡ് സ്റ്റാൻഡിംഗ് മാർച്ച് വരുന്നുണ്ട്. വലതുവശത്തേക്കുള്ള ഹെയർ സ്റ്റാക്ക്. ഈ മരത്തിനടിയിൽ നിന്നും പൂക്കൾ പറിക്കുന്നത് പോലെ എത്തി അതെടുത്ത് മുകളിലേക്ക് സ്കൂപ്പ് ചെയ്യുക. ഇപ്പം പിന്നോട്ട് ഹിഞ്ച് ചെയ്ത് വേണം ഈ മൂവ്മെൻറ്റ് ചെയ്യാൻ. വീണ്ടും സ്റ്റാൻഡിംഗ് മാർച്ച്. ആവശ്യമെങ്കിൽ ഇടയ്ക്ക് അല്പം വെള്ളം കുടിക്കാൻ മറക്കേണ്ട.
ജമ്പിംഗ് റോപ്പ്. കയ്യിലൊരു സ്കിപ്പിംഗ് റോപ്പ് ഉണ്ട് എന്ന് സങ്കല്പിച്ച് ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ആ ശക്തിയൊക്കെ പുറത്തേക്ക് ആവാഹിച്ച് ആസ്വദിച്ച് നമുക്ക് സ്കിപ്പിംഗ് ചെയ്യാം. അങ്ങനെ വീണ്ടും നമ്മൾ സ്റ്റാൻഡിംഗ് മാർച്ചിലേക്ക് എത്തി. സൈഡ് ലെഗ് ലിഫ്റ്റ്. നിവർന്ന് നിന്ന് കാലൊരു പെൻഡുലം പോലെ മാറി മാറി ഇരുവശത്തേക്കും ഉയർത്തണം. സ്റ്റേഷനറി മാർച്ചിൻ്റെ സമയത്ത് ഇൻറ്റൻസിറ്റി കൂട്ടണമെന്നുള്ളവർക്ക് സ്പീഡ് കൂട്ടാം കേട്ടോ. അതുപോലെ ഈ ബിഗിനർ HIITയിലെ ഏതൊരു മൂവ്മെൻറ്റിനും 2 കൈയിലും ഡംബലോ വാട്ടർ ബോട്ടിലോ പോലെ ഒരു ഭാരം പിടിക്കുകയും ആവാം. ഇതെല്ലാം ആദ്യത്തെ ദിവസം തന്നെ ചെയ്യണമെന്നില്ല. പതിയെ ശരീരത്തിന് വേണ്ടത്ര സമയം നൽകി പ്രോഗ്രസ് ചെയ്യുന്നതാണ് ഏറ്റവും ഹെൽത്തിയായ രീതി. ഇനി നീ ടച്ച് ആണ്. ഹൈനീയുടെ ഒരു അകന്ന കസിനായിട്ട് വരും ഈ നീ ടച്ച് വർക്കൗട്ട്. കൈ ഇങ്ങനെ ഭീഷണോ എന്നില്ല, ചുമ്മാ തൊട്ടാലും മതി. സ്റ്റാൻഡിംഗ് മാർച്ച് ക്യൂവിൽ വന്ന് നിൽക്കുന്നുണ്ട്. ഇടയ്ക്കൊന്ന് സ്റ്റാൻഡിംഗ് റൺ ചെയ്ത് നോക്കണമെന്ന് തോന്നുന്നുണ്ടോ? പറ്റുമെങ്കിൽ ഒന്ന് ചെറുതായി ചെയ്തോളൂ, അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ പോട്ടെ. ഇനി ഫുട്ബോൾ റണ്ണാണ്. സ്റ്റേഷനറി റൺ പോലെയല്ല, ഇവിടെ കാലൊന്ന് സ്പ്രെഡ് ചെയ്ത് വേണം മൂവ്മെൻറ്റ് ചെയ്യാൻ. ഓപ്ഷണൽ വാട്ടർ ബ്രേക്കിന് സമയമായി. ആവശ്യമെങ്കിൽ വെള്ളം കുടിക്കാം. ഒരു 30 സെക്കൻഡ് ബ്രേക്ക് എടുക്കാം. അതല്ലെങ്കിൽ മാർച്ച് തന്നെ ചെയ്യാം. സ്റ്റാൻഡിംഗ് സൈഡ് റീച്ച്. 2 സൈഡിലേക്ക് മാറി മാറി ചെയ്യാം. ബോഗൺവില്ല പൂക്കൾ പറിക്കാൻ എത്തിപ്പിടിക്കുന്നത് പോലെ. സ്റ്റാൻഡിംഗ് മാർച്ച് ചെയ്ത് തിരികെ വരാം.
സ്ക്വാട്ട് ചെയ്യുക. കൈ ഉയർത്തി മുകളിലേക്ക് പ്രസ് ചെയ്യുക. വേണമെങ്കിൽ കയ്യിലൊരു ചെറിയ ഡംബലോ വാട്ടർ ബോട്ടിലോ വെക്കാം. വീണ്ടും സ്റ്റാൻഡിംഗ് മാർച്ചിലേക്ക്. അതെ, ഈ 30 മിനിറ്റ് HIIT ഒഫീഷ്യലി ഒരു വാട്ടർ ബ്രേക്ക് ആണുള്ളത്. എന്ന് വെച്ച് എപ്പോഴെങ്കിലും വല്ലാതെ ദാഹിച്ചാലോ ക്ഷീണിച്ചാലോ അവിടെ അഡീഷണൽ ബ്രേക്കുകൾ എടുക്കാം. ഇങ്ങനെ ചെയ്യേണ്ടി വരുന്നതിൽ യാതൊരു മടിയും വിചാരിക്കേണ്ട. നമ്മളെപ്പോഴും മത്സരിക്കുന്നത് കഴിഞ്ഞ നിമിഷത്തിലെ നമ്മുടെ ശരീരത്തോടാണ്. അത് ഓരോ നിമിഷവും പ്രോഗ്രസ് ചെയ്ത് മുന്നോട്ട് തന്നെയാണ് പോകുന്നത്. നീ ടു എൽബോ. വലത് കൈമുട്ടുകൊണ്ട് ഇടത് കാൽമുട്ടും തിരിച്ച് ഇടത് കൈമുട്ടുകൊണ്ട് വലത് കാൽമുട്ടും മാറി മാറി തൊടുകയാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഇതിനിടയിൽ നമ്മുടെ കോർ മസിലുകൾ നല്ല ഉഗ്രനായി സ്ട്രോങ് ആവുകയും ചെയ്യുന്നുണ്ട്. March, march, march. Let your breath flow like the breeze. പ്ലയോ ജാക്സ് റൈറ്റ്. ചെയ്തു തുടങ്ങിയപ്പോൾ കുറച്ചുകൂടെ എളുപ്പമുള്ള വല്ല മൂവും വന്നിരുന്നെങ്കിൽ സൗകര്യമായേനെ എന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെ എളുപ്പമുള്ള ഒന്നായിരുന്നു ഇതെങ്കിൽ ചുറ്റുമുള്ള എല്ലാവരും ഇതെല്ലാം ചെയ്തേനെ അല്ലേ? ഇതേ ഒരല്പം അധ്വാനിക്കാൻ തയ്യാറുള്ള നിങ്ങളെപ്പോലുള്ള മിടുക്കന്മാർക്കും മിടുക്കികൾക്കും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അടുത്ത സ്റ്റാൻഡിംഗ് മാർച്ചിന് സമയമായി. ഫ്രണ്ട് കിക്സ്. നേരെ മുന്നോട്ട് സ്ട്രെസ്സുകളെയെല്ലാം പതിയെ കിക്ക് ചെയ്യുന്നത് പോലെ ചെയ്യാം. കാലൊരൽപ്പം പൊങ്ങിയാൽ തന്നെ ധാരാളമാണ്. ഓക്കെ, സ്റ്റാൻഡിംഗ് മാർച്ച്. പലരും ചോദിക്കാറുള്ള ഒരു കാര്യമാണ്, വർക്കൗട്ട് ചെയ്യുമ്പോൾ ഫാൻ ഇടാമോ AC ഇടാമോ എന്നൊക്കെ. തീർച്ചയായും ഇടാലോ. അങ്ങനെ പറ്റുന്നത്ര കംഫർട്ടബിൾ ആയി വേണം നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ. ലാറ്ററൽ വോക്ക് പഞ്ച്. സൈഡിലേക്ക് ഒരു സ്റ്റെപ്പ് വെച്ച് 2 പഞ്ച്. നമ്മുടെയൊക്കെ ഉള്ളിലുള്ള ആ ബോക്സറൊക്കെ ഒന്ന് പുറത്തു വരട്ടേന്നേ. വീണ്ടും സ്റ്റാൻഡിംഗ് മാർച്ചിലേക്ക്. ഈ സ്റ്റാൻഡിംഗ് മാർച്ച് കഴിയുന്നതോടെ നമ്മൾ വർക്കൗട്ടിൻ്റെ ഏതാണ്ട് പാതി വഴിയിലെത്തി. ഇൻ്റർവെല്ലായി എന്ന് വെച്ച് പോപ്കോൺ ബ്രേക്കും ഒന്നുമല്ല കേട്ടോ. ഇതുവരെ കൂളായി മുന്നോട്ട് പോയവരൊക്കെ അവരവരുടെ തോളത്ത് തട്ടി ഒന്ന് അഭിനന്ദിച്ചേ. അല്ല പിന്നെ, നമ്മളൊക്കെ പൊളിയല്ലേ. സ്റ്റാൻഡിംഗ് ജാക്സ്.
ഇതുപോലെയുള്ള മൂവ്മെൻറ്റുകൾ ആദ്യം ചെയ്യുമ്പോൾ പലർക്കും കൈയും കാലും തമ്മിലുള്ള ആ ഒരു കോർഡിനേഷനൊക്കെ ചിലപ്പോൾ ശരിയാവാതെ വരും. അതൊന്നും സാരമില്ലാന്നേ. കുറച്ച് ദിവസത്തെ പ്രാക്ടീസ് കൊണ്ട് ഇതെല്ലാം നമ്മൾ കൂളായി ചെയ്യാൻ തുടങ്ങും. അതിനല്ലേ ഞാൻ കൂടെയുള്ളത്. അങ്ങനെ വാട്ടർ ബ്രേക്കായി. ആഹാ, എന്തൊരു സമാധാനം എന്നല്ലേ. വെള്ളം കുടിക്കുകയോ ഒന്ന് ഇരിക്കുകയോ ചെയ്യാം. 30 സെക്കൻഡ് ഉണ്ട് കയ്യിൽ. ഫുട്ബോൾ റൺ. നമ്മുടെ ട്രസ്റ്റി സ്റ്റാൻഡിംഗ് മാർച്ചിലേക്ക് വരാം. ഓരോ മാർച്ചും ഓരോ ചെറിയ വിക്ടറികളാണ്. ആ മൂവും കൂടെ ഭംഗിയായി ചെയ്ത് തീർത്തു എന്നതിൻ്റെ ഒരു അടയാളം. വീണ്ടും knee to elbow. Twist and smile. You are on fire. സ്റ്റാൻഡിംഗ് മാർച്ചിൻ്റെ ഇൻറ്റൻസിറ്റി കൂട്ടാൻ ഡംബൽ കയ്യിലെടുക്കൽ മാത്രമല്ല, ഇടയ്ക്കൊന്ന് സ്പീഡ് കൂട്ടി ഓടുകയും ചെയ്യാട്ടോ. ഇങ്ങനെ ചെയ്യുന്ന ചെറിയ ചെറിയ എക്സ്ട്രാ പുഷുകൾ നമുക്ക് തരുന്ന കോൺഫിഡൻസ് വളരെ വലുതാണ്. ഹെയർ സ്റ്റാക്ക് ലെഫ്റ്റ്. നേരത്തെ ചെയ്ത ഹെയർ സ്റ്റാക്ക് തന്നെ ഓപ്പോസിറ്റ് സൈഡിലേക്കാണെന്ന് മാത്രം. സ്റ്റാൻഡിംഗ് മാർച്ച് അഗൈൻ. നടത്തത്തിൻ്റെ സ്പീഡൊക്കെ കുറഞ്ഞു തുടങ്ങിയോ? ബോഡിയേക്കാൾ മുമ്പ് മനസ്സ് ക്ഷീണിക്കാൻ തുടങ്ങിയിട്ടുണ്ടോ? മതി, ഇനി നാളെ ചെയ്യാന്നൊക്കെ പറയുന്നുണ്ടോ? പക്ഷെ ഞാൻ വിടില്ല. ഇതൊക്കെ നിസ്സാരമായി ചെയ്യാൻ പറ്റുമെന്നേ എനിക്ക് നല്ല ഉറപ്പുണ്ട്. ആ ഉറപ്പോടെ ഞാൻ കൂടെ തന്നെയുണ്ട്. കണ്ടോ, ഇപ്പോൾ ഒരു എനർജി ബൂസ്റ്റ് കിട്ടിയത് കണ്ടോ? വീണ്ടും സ്റ്റാൻഡിംഗ് ജാക്സ്. സ്റ്റാൻഡിംഗ് ജാക്കിൻ്റെ ഇൻറ്റൻസിറ്റി കൂട്ടണമെന്ന് തോന്നുമ്പോൾ ഇതേ സമയത്ത് ജമ്പിംഗ് ജാക്സ് ചെയ്താൽ മതി. സ്റ്റാൻഡിംഗ് മാർച്ച് ചെയ്യുന്നതിനിടയിൽ ഒരു കാര്യം ഓർമ്മിപ്പിക്കട്ടെ. സംശയം വരുന്നതും ഹെൽപ്പ് ആവശ്യമെങ്കിൽ ചോദിക്കുന്നതും സപ്പോർട്ട് ആവശ്യപ്പെടുന്നതും ഒക്കെ പെർഫെക്റ്റ്ലി ഓക്കെ തന്നെയാണ്. നമ്മളൊരു ടീമായല്ലേ ചെയ്യുന്നത്. നമ്മൾ ഒരുമിച്ച് തന്നെ ഈ ഗോൾസ് എല്ലാം അച്ചീവ് ചെയ്യുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ചോദിക്കാനോ പറയാനോ ഉണ്ടെങ്കിൽ ധൈര്യമായി കമൻറ്റിലേക്കോ അല്ലെങ്കിൽ എൻ്റെ വാട്സപ്പിലേക്കോ വന്നോളൂ കേട്ടോ.
വീണ്ടും ലാറ്ററൽ വാക്ക് പഞ്ചിന്റെ വരവാണ്. ഒരു 2 സ്റ്റെപ്പ് വശത്തേക്ക് നീങ്ങുക, ഒരു 2 ഇടി മുന്നിലേക്ക് കൊടുക്കുക. സ്റ്റാൻഡിങ് മാർച്ചാണ് ഇനി വീണ്ടും. ദേ ടൈമറിലൊന്ന് നോക്കിയേ, നമ്മളിപ്പോൾ HIITയുടെ അവസാനത്തെ പോർഷനിലേക്ക് കടന്നിരിക്കുകയാണ്. ഇനി വെറും 10 മിനിറ്റ് മാത്രം. അതിൽ തന്നെ അവസാനത്തെ കുറച്ച് മിനിറ്റുകൾ സ്ട്രെച്ചിങ് ആണ്. എന്ന് വെച്ചാൽ ഇന്നത്തെ വർക്കൗട്ട് വിജയകരമായി പൂർത്തിയാക്കാൻ ഒരു ഇച്ചിരി പുഷ് കൂടെ മാത്രം മതിയെന്ന്. സന്തോഷമായില്ലേ? അങ്ങനെ വീണ്ടും ജമ്പിംഗ് റോപ്സ്. സ്റ്റാൻഡിങ് മാർച്ച്. ജമ്പിംഗ് റോപ്സ് ഒക്കെ ചെയ്ത് പിന്നാലെ മാർച്ച് ചെയ്യുമ്പോൾ കാലിനൊക്കെ ഒരു എക്സ്ട്രാ ക്ഷീണം തോന്നുന്നുണ്ടോ? സാരമില്ല, കമോൺ, ഒരു മൂവ് കൂടെ കഴിഞ്ഞാൽ ഓപ്ഷണൽ വാട്ടർ ബ്രേക്ക് ആണ്. ഫ്രണ്ട് കിക്സ് നല്ല സ്ട്രോങ് ആയി തന്നെ കിക്ക് ചെയ്തോളൂ. ഓപ്ഷണൽ വാട്ടർ ബ്രേക്ക്. ഇവിടെ വേണമെങ്കിൽ 30 സെക്കൻഡ് ബ്രേക്ക് എടുക്കാം. വെള്ളം കുടിക്കേണ്ടവർക്ക് വെള്ളം കുടിക്കാം. എപ്പോഴും കട്ടയ്ക്ക് നിൽക്കുന്നവർക്ക് വാക്ക് ചെയ്യാം. നീ ടച്ച്. വീണ്ടും അതേ മൂവ്, പക്ഷേ നല്ല ഫ്രഷ് എനർജി അല്ലേ? സ്റ്റാൻഡിംഗ് മാർച്ച്. നമ്മൾ ഏതാണ്ട് വർക്കൗട്ടിൻ്റെ അവസാനത്തിലേക്ക് എത്തിയിട്ടോ. ഇനി ആകെ 5-6 മൂവുകൾ കൂടിയേ ഉള്ളൂ. സ്ക്വാട്ട് പ്രസ്. ആസ് യൂഷ്വൽ സ്ക്വാട്ട് ചെയ്യുക, ദെൻ പ്രസ്. നമ്മുടെ കാലിനൊക്കെ ഈ മൂവ്മെന്റ് തരുന്ന മാജിക് ഒരു രക്ഷയില്ല. സ്റ്റാൻഡിംഗ് മാർച്ച്. ഈ സമയത്തിനിടയിൽ തന്നെ ഇടയ്ക്ക് ഓരോ മൂവ്മെന്റുകൾ കുറേശ്ശെ തെറ്റുകയും കൺഫ്യൂഷൻ അടിച്ച് നിൽക്കുകയും ഒക്കെ ചെയ്തിരുന്നു. സാരമില്ലാന്നേ, എല്ലാം എല്ലായ്പ്പോഴും പെർഫെക്റ്റ് ആവണമെന്നൊന്നുമില്ല. നമ്മൾ നമ്മുടെ 100% എഫേർട്ടും ഇതിലേക്കിട്ട് ചെയ്യുന്നു എന്നതിലാണ് കാര്യം.
ക്രയോജാക്സ് ലെഫ്റ്റ്. നമ്മൾ ഇതുവരെ എത്ര സൂപ്പറായി വർക്കൗട്ട് ചെയ്തു അല്ലേ? ഇനി ഒന്ന് ആഞ്ഞു പുഷ് ചെയ്താൽ പുഷ്പം പോലെ നമ്മൾ ഈ വർക്കൗട്ട് സെഷൻ പൂർത്തിയാക്കും. അടുത്ത സ്റ്റാൻഡിംഗ് മാർച്ച്. Standing side reach. വീണ്ടും നമ്മൾ സ്റ്റാൻഡിംഗ് മാർച്ച് ചെയ്യുകയാണ്. Side leg lift. സ്റ്റാൻഡിംഗ് മാർച്ച്. ഇനി 3 മിനിറ്റ് മാത്രമേ ചെയ്യാനുള്ളൂ. ജസ്റ്റ് ഒരു മൂവ് കൂടി. ബട്ട് കിക്സ്. കുറച്ച് സ്പീഡിലൊക്കെ ആവാം ഇത്തവണ. അങ്ങനെ നമ്മൾ അവസാനത്തെ സ്റ്റാൻഡിംഗ് മാർച്ചിലെത്തി. അങ്ങനെ നമ്മൾ കൂൾ ഡൗൺ സ്റ്റേജിലെത്തി. ആദ്യം ക്വാഡ് സ്ട്രെച്ച്. ബാലൻസ് കിട്ടുന്നില്ലെങ്കിൽ ചുമരിലോ മറ്റോ പിടിച്ചു നിൽക്കാം. ഇനി അടുത്ത ക്വാഡ്സും സ്ട്രെച്ച് ചെയ്യാം. ഇനി ഹാം സ്ട്രെച്ച്. സ്വിച്ച് ചെയ്തോളൂ.
ചെസ്റ്റ് സ്ട്രെച്ച്. ഇനി ബാക്ക് സ്ട്രെച്ച് ചെയ്യാം. അവസാനമായി ഇങ്ങനെ പതുക്കെ മുന്നിലോട്ട് കുനിഞ്ഞ് ഓരോ കാലിലേക്കും കൈകൾ കൊണ്ടുപോവുക. തിരിച്ച് പതുക്കെ സ്റ്റാർട്ടിംഗ് പൊസിഷനിലേക്ക് വന്നോളൂ. അങ്ങനെ നമ്മൾ ബ്രീസ് ചെയ്ത് പൂർത്തിയായി. ഇതൊരു തുടക്കമാണ്. തുടക്കം എന്നൊക്കെ പറയുമ്പോൾ ചെറിയൊരു തുടക്കമല്ല കേട്ടോ. നിങ്ങൾക്ക് ചുറ്റുമുള്ള ഒരുപാട് പേർക്ക് കാലങ്ങളായി ചെയ്യാൻ പറ്റാത്തൊരു തുടക്കമാണിത്. എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് നമ്മൾ ഇവിടെ വന്നു. കുറച്ച് ബുദ്ധിമുട്ടിയാലും മൂവ്മെൻറ്റുകളൊക്കെ ചെയ്തു. ഈ എൻഡ് വരെ കൂടെ തന്നെ നിന്നു. അങ്ങനെ വളരെ ഭംഗിയായി നമ്മളത് ചെയ്ത് പൂർത്തിയാക്കിയിരിക്കുന്നു. എന്തൊരു നല്ല ദിവസമാണ് ഇന്ന് അല്ലേ? ഇനി കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് നന്നായി ഡീപ്പ് ബ്രീത്ത് ചെയ്ത് ഒരല്പസമയം നമുക്കൊന്ന് റിലാക്സ് ചെയ്യണം. പിന്നെ ഈ വർക്കൗട്ട് ഇഷ്ടമായോ എങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം കേട്ടോ. എന്താണ് ഫീൽ ചെയ്തത് എന്ന് കമൻറ്റിലും പറയൂ. അതല്ല പേഴ്സണൽ മെസ്സേജ് അയക്കണമെങ്കിൽ അങ്ങനെയും ആവാം. അപ്പോൾ അടുത്ത വർക്കൗട്ടിൽ വീണ്ടും കാണുന്നത് വരെ സ്റ്റേ ആക്റ്റീവ്, സ്റ്റേ പോസിറ്റീവ് ആൻഡ് കീപ് യുവർ ഫിറ്റ്നസ് ബ്രീസി.